ശ്രീ സുഭാഷ് ചന്ദ്രബോസ് ഈ നാട്ടിലും അതിനോടൊപ്പം തന്നെ ഈ കാട്ടിലും ഉരുൾപൊട്ടൽ ഉണ്ടാകാറുണ്ട്. കാട്ടിലെ ഉരുൾപൊട്ടൽ ഒരിക്കലും നമ്മൾ അറിയുന്നില്ല. അറിയുന്നത് എപ്പോഴെന്ന് ചോദിച്ചാൽ ഈ കാടുകളിലേക്ക് മനുഷ്യരെ ഈ ഒരു ടൂറിസത്തിൻ്റെ ഭാഗമായിട്ട് അരുവികളിൽ പോകും. അത് കൂടുതലും വേനൽക്കാല സമയത്തൊക്കെയാണ്. മഴക്കാലമാകുമ്പോൾ ഇതിനൊരു പിന്മാറ്റം ഉണ്ടാകും. പക്ഷേ വേനൽക്കാല സമയത്ത് പോകുമ്പോഴും അവിടെ യാതൊരു അപകടവും ഇല്ലെന്നാണ് കണക്ക് കൂട്ടുന്നത്. പക്ഷേ ഉൾവനങ്ങളിലാണ് എപ്പോഴും അപകടം കൂടുതലായിട്ട് പതിയിരിക്കുന്നത്. ഈ അരുവികളിൽ ഇറങ്ങുന്ന സമയത്ത് ഉൾവനത്തിൽ ഉണ്ടാകുന്ന ഉരുൾപൊട്ടൽ വലിയ ഭീഷണി തന്നെയല്ലേ? അത് മുൻകൂട്ടി നമുക്ക് അറിയാനുള്ള വഴി പലതരത്തിലുണ്ട്. അതായത് തീർച്ചയായിട്ടും ഞാൻ എൻ്റെ പഠനത്തിൻ്റെ ഭാഗമായിട്ടും അല്ലാതെ കേരളത്തിലെ കേരളത്തിൻ്റെ ഭാഗത്തുള്ള കാടുകളിൽ ധാരാളം ഉൾവനങ്ങളിൽ പോയിട്ടുണ്ട്. പഠനത്തിൻ്റെ എൻ്റെ പ്രോജക്റ്റിൻ്റെ ഭാഗമായിട്ടും പോയിട്ടുണ്ട്. തീർച്ചയായിട്ടും നമ്മൾ നാട്ടിൽ മഴയൊന്നും ഇല്ലാതെ ഒരുവിധം ചൂടെന്നൊക്കെ പറഞ്ഞ് അകത്തോട് ചെല്ലുമ്പോൾ കാലാവസ്ഥ നന്നായിട്ട് മാറുന്നുണ്ട്. അതുകൊണ്ട് കാട്ടിലെ മഴയെന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലെ മഴയെ പോലെ കണക്കൂട്ടേണ്ട ഒരു മഴയല്ല. കാട് വേറൊരു ആവാസ വ്യവസ്ഥയാണ്. നല്ല കാറ്റുണ്ട്, അതുപോലെ തന്നെ സ്ലോപ്പ് ഭയങ്കര പ്രശ്നമാണ് കാട്ടിനകത്ത്. നമ്മൾ ഈ ചരിവെന്ന് പറഞ്ഞ വലിയ വിഷയമാണ്. അപ്പം നമ്മൾ പോകുമ്പോൾ തലേ ദിവസമൊക്കെ ഉരുൾപൊട്ടി വീണ സ്ഥലങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും. പക്ഷെ അത് ചെറിയ ഉരുൾപൊട്ടലായതുകൊണ്ടാണ് നമുക്കത്ര അവിടെ മനുഷ്യവാസം അപ്പോഴില്ലല്ലോ, അവിടെ ആരും പോയി വസിക്കുന്നില്ലല്ലോ, അതുകൊണ്ടൊക്കെയാണ്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാ നിമിഷവും എന്ത് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്, ഈ ഉരുൾപൊട്ടലിൻ്റെ പ്രോസസ്സും ഒക്കെ നടക്കുകയാണ്. പക്ഷേ അത് ചെറിയ തോതിലായിരിക്കും, അത്ര വലിയ ഭീകരതയായിരിക്കത്തില്ല, കിലോമീറ്ററുകളോളം വരുന്നതായിരിക്കത്തില്ല, കുറച്ച് ദൂരത്തിലായി കാണുന്നുള്ളൂ. ഉരുൾപൊട്ടലുണ്ടാകും തീർച്ചയായിട്ടും കാട്ടിൽ സംഭവിക്കും. അത് പല സമയങ്ങളിൽ പല സീസണിൽ, വേനൽ സീസണിൽ പോലും ഈ വേനൽ സീസൺ എന്ന് പറയുമ്പോൾ കാട്ടിൽ മഴയുള്ള സമയത്തൊക്കെ ഇത് സംഭവിക്കും, തീർച്ചയായിട്ടും സംഭവിക്കും. പിന്നെ അത് കിലോമീറ്ററുകളോളം വരുന്നില്ല, മനുഷ്യവാസമുള്ള സ്ഥലത്ത് വരുന്നില്ല. മാത്രമല്ല അത് സഞ്ചരിച്ച് അതിൻ്റെ ഡെബ്രീസ് എന്നാണ് പറയുന്നത്. നമ്മൾ സഞ്ചരിച്ച് ഈ ഇളകിപ്പോകുന്ന വസ്തുക്കളെ പറയുന്നത് ഡെബ്രീസ് ആണ്. പാറ എല്ലാം ചേർത്ത് ഡെബ്രീസ്. ഈ ഡെബ്രീസിൻ്റെ ഫ്ലോ എന്ന് പറയുന്നത് കുറവായിരിക്കും, ദൂരം കുറവായിരിക്കും. അതിപ്പം ചൂരൽമല പോലുള്ള സ്ഥലങ്ങളിൽ സംഭവിച്ചതെന്ന് പറഞ്ഞാൽ വളരെ കിഴക്കാൻ തൂക്കായ മലയിൽ നിന്ന് ഡെബ്രീസ് ഇങ്ങ് താഴെ വന്നു. അത് മുകളിൽ കുറച്ച് ഭാഗത്ത് വന്നിട്ട് ലൂസായി വന്നെങ്കിൽ ഇത്രയും അപകടം ഉണ്ടാക്കത്തില്ല. ഇതെല്ലാം കൂടെ ഒന്നിച്ചിങ്ങ് താഴെ എടുത്തു വന്ന് പർട്ടിക്കുലർ ടൈം കൊണ്ട് അത്രയും വരുന്നില്ല. പക്ഷേ എങ്കിൽ പോലും ഉരുൾപൊട്ടൽ കാട്ടിൽ വ്യാപകമായി ഉണ്ടാവും. പിന്നെ കാടിൻ്റെ ഒരു ആവാസവ്യവസ്ഥയുടെ നിലനിൽപ്പിൻ്റെ ഭാഗമായിട്ട് തന്നെ അത് ഉണ്ടാവാറുണ്ട്. കാട്ടിൽ ഉരുൾപൊട്ടൽ ഉണ്ടാവും. കാട്ടിൽ ഉരുൾപൊട്ടലില്ലാത്തൊരു സ്ഥിതിയൊന്നുമില്ല. അത് നമ്മൾ പലപ്പോഴും കാണാൻ പറ്റും. ഈ പാറ ഇടിഞ്ഞ് വന്ന് കിടക്കുന്നത്, മണ്ണിടിഞ്ഞ് വന്ന് കിടക്കുന്നത്, അതിൻ്റെ കൂടെ മരങ്ങൾ പലപ്പോഴും സംഭവിക്കുന്ന പറഞ്ഞാൽ മരങ്ങൾ ആദ്യം പൊട്ടി വരുമ്പോൾ മരങ്ങൾ പൊട്ടും. മരങ്ങൾ ക്രോസായി കിടന്നിട്ട് പിന്നെ അതിൻ്റെ പുറത്തുള്ളായിരിക്കും ഇതെല്ലാം കൂടി വന്ന് വീണ് കിടക്കുന്നത്. അപ്പോൾ അത് നദിയുടെ തീരങ്ങളിലൊക്കെ ധാരാളം കാണാൻ പറ്റും. നദിക്കകത്തൊക്കെ പോയി കഴിഞ്ഞാൽ കാണാൻ പറ്റും. പക്ഷേ ഈ അരുവികളിലൊക്കെ കുളിച്ചുകൊണ്ടൊക്കെ നിൽക്കുന്നവർക്ക് ഇത് ഏതെങ്കിലും തരത്തിൽ അറിയാനുള്ള സൂചന പ്രകൃതിയിൽ നിന്ന് തന്നെ കിട്ടും? അല്ല, രണ്ട് കാര്യമുണ്ട്. നമ്മൾ കയറി കഴിഞ്ഞാൽ ഈ കാട്ടിനകത്തോട്ട് കയറുമ്പോൾ തന്നെ അതിൻ്റെ ശബ്ദവും മഴ പെയ്യുന്നതും ഒക്കെ നമുക്ക് ഗൈഡൊക്കെ ഉണ്ടെങ്കിൽ, ആദിവാസികൾ ഗൈഡ് ഉണ്ടെങ്കിൽ കൃത്യം പറഞ്ഞു തരും അവർ. ചെറിയ ശബ്ദം, ഒരിക്കൽ ഞങ്ങളുടെ ടീം പോകുമ്പോൾ ചെറിയൊരു ശബ്ദ വ്യത്യാസം വന്നേ ഉള്ളൂ. ചെറിയൊരു ശബ്ദം എന്നുള്ള അന്തരീക്ഷം കാട്ടിനകത്ത് ചെറിയ. അപ്പം നമ്മൾ ചോദിച്ചു, അവർ പറഞ്ഞു വേഗം വരും. അപ്പം എന്താണ്, മഴ വരും, സെക്കൻഡുകൾക്കുള്ളിൽ മഴ വരുന്നുണ്ട്. അങ്ങനെ അറിയാൻ പറ്റും. പക്ഷേ ചില സമയത്ത് നമ്മൾ ചെന്ന് പെട്ടുപോകുമ്പോൾ നമുക്ക് ഓടി രക്ഷപ്പെടാൻ കഴിയാത്ത സ്ഥലത്ത് നമ്മൾ ചെന്ന് ട്രാപ്പിലായി പോകും. ഈ ഉൾവനത്തിൽ പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. എല്ലായിടത്തു നിന്നും നമുക്ക് കൃത്യമായി പോകുന്ന റൂട്ടിൽ ചിലപ്പോൾ തിരിച്ചു വരാനുള്ള റൂട്ടൊന്നും നമുക്ക് അറിയില്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ ട്രാപ്പായി പോകും. അങ്ങനെയാണ് പല അപകടങ്ങളും കൂടുതൽ വരുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇത് അറിയാമെന്ന് പറഞ്ഞാൽ ഒരു സെക്കൻഡ് കൊണ്ടല്ലല്ലോ വരുന്നത്, ഒരു കുറച്ച് സമയമുണ്ട് കാട്ടിനകത്ത് നിൽക്കുന്നതുകൊണ്ട്. മറ്റത് രാത്രി, ഇപ്പോൾ ഉദാഹരണം നമ്മളിപ്പം ചൂരൽമലയിൽ തന്നെ പകലായിരുന്നെങ്കിൽ കുറേ കൂടെ ആളുകൾ എന്ത് ചെയ്തേനെ, ഓടി രക്ഷപ്പെടാമല്ലോ, ഇറങ്ങി ഓടി രക്ഷപ്പെടാമല്ലോ. ഇത് അതവർക്ക് അതിന്റെ സൂചന കിട്ടും. കുറച്ചുകൂടി കാണുകയല്ലേ, നമുക്ക് വിളിച്ചറിയിക്കാം, മൊബൈൽ ഫോൺ വർക്ക് ചെയ്യും. ഇത് രാത്രി എല്ലാം ഓഫ് ചെയ്തൊക്കെ ഒരു സൂചനകളുണ്ടല്ലോ. സൂചനകളുണ്ട്. ഇപ്പൊ കാട്ടിലൊക്കെ ആണെങ്കിൽ ഉണ്ടാവും. പക്ഷിമൃഗാദികൾക്ക് ശബ്ദം ഉണ്ടാക്കും, ശബ്ദ വ്യത്യാസം ഉണ്ടാവും, കാറ്റിന് ശബ്ദം ഉണ്ടാവും. കാറ്റൊക്കെ വല്ലാതെ പിന്നെ അന്തരീക്ഷത്തിനൊരു സംഹാര താണ്ഡവം ഉണ്ടായിരിക്കും, ഒരു രൗദ്രഭാവം ഉണ്ടായിരിക്കും. നമ്മൾ ശ്രദ്ധിച്ചു നോക്കുക. വലിയ മഴ വരുമ്പോൾ ഈ മേഘാവൃതമായിട്ട് കിടക്കുമ്പോൾ ഒരു രൗദ്രഭാവം ഉണ്ടാവും. അത് തീർച്ചയായിട്ടും ഒരു മാറ്റമാണല്ലോ, അന്തരീക്ഷത്തിൽ വരുന്നൊരു മാറ്റം കൂടിയാണ് ഈ ഉരുൾപൊട്ടലുമായിട്ടൊക്കെ വരുന്നത്. തീർച്ചയായിട്ടും ഒരു രൗദ്രഭാവം വ്യത്യാസം ഉണ്ടാവും, അറിയാൻ പറ്റും. തീർച്ചയായിട്ടും അതറിയാൻ പറ്റും. അത് ഇത്ര മണിക്ക് ഇന്ന സെക്കൻഡിൽ ഇത്ര സ്ഥലത്ത് അങ്ങനെ പറയാൻ പറ്റില്ലെന്നേ ഉള്ളൂ. അതിപ്പോൾ ഉരുൾപൊട്ടൽ ചുരൽമലയിലും തലേ ദിവസമൊക്കെ മൃഗങ്ങളൊക്കെ ബഹളം ഉണ്ടാക്കിയ കഥ പറയില്ല, ആന ഇറങ്ങിപ്പോയ കഥയും
പശുക്കൾ ബഹളം ഉണ്ടാക്കിയ കഥയും അതുപോലെ പക്ഷികൾ ബഹളം ഉണ്ടാക്കിയ ചിലയ്ക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട പാമ്പ് ഭയങ്കര ബഹളം ഉണ്ടാക്കും, മാളത്തിൽ നിന്ന് പുറത്തു വരും. എർത്തുവേക്കൊക്കെ വരുമ്പോൾ മാളത്തിൽ നിന്ന് പുറത്തു വരും. അതിന് പഠനങ്ങൾ തന്നെയുണ്ട്. ഭൂകമ്പങ്ങളൊക്കെ ഉണ്ടാകുന്നതിന് മണിക്കൂറുകൾക്ക് മുമ്പ് പാമ്പുകളൊക്കെ പുറത്തു വരും. ഒരുപാട് പഠനങ്ങൾ തന്നെയുണ്ട്. ഇതിന്റെ സൂചന കിട്ടി അങ്ങനെ അതിന് ചെറിയ ഒരു പ്രധാന കാര്യം, ഇപ്പൊ രാത്രി നമുക്ക് പട്ടികളെ നിങ്ങൾ നോക്കിക്കോണം. നമുക്കൊരു ചെറിയ ഇരുട്ടുണ്ടെങ്കിൽ നമുക്ക് നടക്കാൻ പറ്റില്ല മനുഷ്യർക്ക്. സ്ഥിര പരിചയമുള്ള സ്ഥലത്തൂടെ നടക്കുമായിരിക്കും, പക്ഷെ സ്ഥിര പരിചയമില്ലാത്ത സ്ഥലത്ത് ഇരുട്ടത്തൂടെ നമ്മൾ നടക്കുക പ്രയാസമാണ്. പക്ഷെ ഏത് ഇരുട്ടത്തും പട്ടി പോകും. എങ്ങനെ പോകാൻ പറ്റുന്നത്? അതിന്റെ കണ്ണുകളെന്ന് പറഞ്ഞാൽ നമ്മുടെ കണ്ണുകളെയൊക്കെ വെച്ച് നോക്കുമ്പോൾ എത്ര വാൾട്ട് വ്യത്യാസം ഉണ്ടെന്നറിയാം. അതിൻ്റെ സൂക്ഷിച്ച് നോക്കണം നിങ്ങൾ. പട്ടിയുടെ കണ്ണിൽ ഭയങ്കരമായ ഏതിരുട്ടത്തും അത് പോവും, ചാടിപ്പോവും. എല്ലാ മൃഗങ്ങൾക്കും അത് പറ്റത്തില്ല. ഞാൻ ചില പട്ടിയെപ്പോലുള്ള മൃഗങ്ങളെ. അപ്പോൾ പ്രകൃതി ഓരോ സാധനങ്ങൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വളരെ ചെറിയ വ്യത്യാസം പോലും, വളരെ മൈക്രോ ചൂടിൻ്റെ വ്യത്യാസം പോലും, തണുപ്പിൻ്റെ വ്യത്യാസം പോലും ആരറിയും? മൃഗങ്ങളാണ് ആദ്യം അറിയുന്നത്. വളരെ സെൻസിറ്റീവായിട്ട് അവരത് അറിയും. ഒരുപാട് സൂചനകൾ അവർ തരാറുണ്ട്. വലിയ സൂചനകളാണ് മൃഗങ്ങൾ തരുന്നത്. അത് വച്ച് തന്നെ ഇപ്പോൾ പട്ടി, ഈ ഉരുൾപൊട്ടലുമായി ബന്ധപ്പെടുത്തി അവിടെ ഒരു ആദിവാസിയുടെ വീട്ടിൽ പട്ടി കിടന്ന് മോങ്ങി വേണ്ട ബഹളം കാണിച്ച് അതിനെ അഴിച്ചുകൊണ്ട് അയാൾ പോയി മാറി താമസിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പിറ്റേ ദിവസം അവിടെ ഉരുൾപൊട്ടലുണ്ടായി. ആ താമസിച്ച സ്ഥലത്ത് ഉരുൾപൊട്ടലുണ്ടായി. ആദിവാസി അന്ന് പറഞ്ഞതായിരുന്നു. അപ്പോൾ അത് മൃഗങ്ങൾക്ക് ഇതിനകത്ത് കുറേ അറിയാനുള്ള സാധ്യതയുണ്ട്. അത് കുറേ പഠനങ്ങളും ഉണ്ട് അതിനകത്ത്. മൃഗങ്ങൾക്ക് സൂചനകൾ തരാൻ പറ്റും, ചെടികൾക്ക് സൂചന തരാൻ പറ്റും. അതുപോലെ തന്നെ ഉരുൾപൊട്ടൽ ഉണ്ടായ ചുരൽമലയിൽ തന്നെ തലേ ദിവസം ഭയങ്കരമായി കലങ്ങി പോയി ഈ പുഴ. പതിവിൽ കൂടുതൽ ചുമന്നും കലങ്ങിയൊക്കെ പോയി. അപ്പോൾ അത് എന്താണ് സംഭവിക്കണമെന്ന് അറിയാൻ പറ്റും. പ്രകൃതിക്ക് അത് അറിയാൻ പറ്റും. കാരണം എന്ന് പറഞ്ഞാൽ എന്താ സംഭവിക്കുക സാറേ? കാറ്റ് അതിൻ്റെ ഭാഗമായിട്ടുള്ള വായു, വെള്ളം, സൂര്യപ്രകാശം, മണ്ണ്, ഇതിൻ്റെ എല്ലാം കൂടെ ഒരു പാറ, ഇതിൻ്റെ എല്ലാം കൂടെ ഒരു ബഹളമാണല്ലോ ഈ കാണിക്കുന്നത്. ആ ബഹളം എന്ന് പറഞ്ഞൊരു ചലനമാണ് ഇതിനകത്ത്. ഒരു ഡൈനാമിസമാണ്. സ്വാഭാവികമായിട്ട് അതിൻ്റെ ഡൈനാമിസം കാണിക്കും. ആ ഡൈനാമിസത്തിൻ്റെ വളരെ ചെറിയ ശബ്ദം പോലും, മൈക്രോ ലെവൽ ശബ്ദം പോലും ആർക്ക് കേൾക്കാൻ പറ്റും? നമ്മുടെ ഈ പക്ഷിമൃഗാദികൾക്ക് മനസ്സിലാവും. അത് അസ്വസ്ഥത കാണിക്കും, കൃത്യമായ അസ്വസ്ഥത കാണിക്കും. പശുവൊക്കെ വാലൊക്കെ പൊക്കി ബഹളമൊക്കെ കാണിക്കും. കാളൊക്കെ വലിയ ബഹളം കാണിക്കും. ചെറിയ വ്യത്യാസം വന്നാൽ തന്നെ അന്തരീക്ഷത്തിന് വലിയ ബഹളം കാണിക്കും. ഈ കാട്ടിലേക്കൊക്കെ ഈ ട്രിപ്പ് പോകുന്നവരുടെ എണ്ണം ഇനിയിപ്പോൾ അങ്ങോട്ട് കൂടുതലായിരിക്കും. ഈ കാരണം വേനൽക്കാലമാകുമ്പോൾ തീർച്ചയായിട്ടും കൂടുതലായിരിക്കും. അപ്പോൾ ആ അവസരത്തിൽ അവര് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ ഒരുപാടുണ്ട്. കാരണം ഒന്നാമത്തെ കാര്യം, അവർ പ്ലാസ്റ്റിക് ധാരാളം കൊണ്ടുപോകുന്നു. ഇപ്പൊ കുറച്ചൊക്കെ നിയന്ത്രണം ഉണ്ടെങ്കിൽ ധാരാളം പ്ലാസ്റ്റിക് കൊണ്ടുപോകും, ഭക്ഷ്യ വേസ്റ്റ് കൊണ്ടുപോകും, ഫുഡ് കഴിച്ചു. ഈ ഉരുൾപൊട്ടലിന്റെ കാര്യത്തിൽ തന്നെ വളരെ ശ്രദ്ധിക്കണം. അല്ല ഞാൻ പറഞ്ഞു, ഇതെല്ലാം കൊണ്ടുപോകും. ഒന്ന്. രണ്ട്, ഇത് കൊണ്ടുപോയിട്ട് അവരെ ചെയ്യുന്ന എന്താണ്? വെള്ളമൊക്കെ കിട്ടുന്ന സ്ഥലത്ത് കയറി ഇരുന്നിട്ട് ഉരുൾപൊട്ടൽ. ഈ ചില സമയങ്ങളിൽ താഴത്തെ നിന്ന് വെള്ളം ഇങ്ങനെ കുടിച്ചിട്ട് ഇങ്ങനെ പൊങ്ങുന്നതിനിടയ്ക്ക് മുകളിൽ നിന്ന് ശരിക്കും മലയും ഉരുണ്ട് വന്നിട്ടുള്ള എത്രയോ സംഭവങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പം കാരണം ഇത് ഉൾവനത്തിൽ ആണ് നടക്കുന്നത്, നമ്മുടെ അടുത്തല്ല നടക്കുന്നത്. അവിടെ എപ്പോഴും ഉരുൾപൊട്ടൽ നടക്കുന്നുണ്ട്. ഉരുൾപൊട്ടൽ നടക്കുന്നുണ്ടെന്നല്ല, എപ്പോഴും നടക്കുന്നുണ്ടല്ല, നടക്കാം. ഏത് സമയത്തും സംഭവിക്കാം. വനത്തിനകത്ത് ഏത് സമയത്തും ഉരുൾപൊട്ടൽ സംഭവിക്കാം. കാറ്റിൻ്റെ സ്വഭാവത്തിൽ വ്യത്യാസം വരാം, മഴയുടെ സ്വഭാവത്തിൽ വ്യത്യാസം വരാം. ഇത് മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ ടൂറൊക്കെ പോകാൻ. അതാവുമ്പോഴാണ് ഈ അപകടങ്ങളൊക്കെ നമുക്ക് ഒരുപാട് വരുന്നത് കാട്ടിനകത്തേക്ക് പോകുമ്പോൾ. അതാണ് ഞാൻ പറഞ്ഞത്, മനുഷ്യൻ്റെ അധിനിവേശം നടന്ന് കാട്ടിലേക്കൊക്കെ പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണിത്. തീർച്ചയായിട്ടും ഉരുൾപൊട്ടൽ സാധ്യതയുള്ള പ്രദേശങ്ങൾ ഉൾവനത്തിൽ പോകുമ്പോൾ ചിലപ്പോൾ ദിശ തന്നെ മാറിപ്പോകും നമുക്ക്. വേനൽക്കാലത്ത് പലപ്പോഴും ആരും പ്രതീക്ഷിക്കുന്നില്ല. ഇല്ല, വേനൽക്കാലം മഴ, അവിടെ നല്ല മഴയല്ലേ സാർ. കാട്ടിനകത്ത് വേനൽക്കാലം എന്ന് പറഞ്ഞ് നമ്മൾ എഴുതി മാറ്റരുത്. കാടിൻ്റെ വേനൽക്കാലം എന്ന് പറഞ്ഞ് അങ്ങനെ എഴുതി മാറ്റരുത്. കാട് ഉൾവനങ്ങളിൽ മിക്കവാറും ഒക്കെ മരവും പിന്നെ കാലാവസ്ഥയൊക്കെ വ്യത്യസ്തമായതുകൊണ്ട് മിക്കവാറും മഴയുണ്ട്. നാട്ടിൽ മഴയില്ലാത്തപ്പോഴും കാട്ടിൽ മഴയുണ്ട്. അതുകൊണ്ട് നാട്ടിലെ കണക്കും വയലിച്ച് വെച്ചൊന്നും കാട്ടിൽ പോയി എന്ത് ചെയ്യരുത്, അഭ്യാസം കാണിക്കരുത്. തീർച്ചയായിട്ടും അത് ഉരുൾപൊട്ടൽ ഉണ്ടാവുന്നുണ്ട്. നാട്ടിനേക്കാൾ കൂടുതൽ ഉരുൾപൊട്ടൽ അവിടെ ഉണ്ടാവുന്നു. പക്ഷേ എന്തുകൊണ്ട് നമുക്കത് വാർത്തയാവുന്നില്ല എന്ന് ചോദിച്ചാൽ, അവിടെ സ്ഥിരമായ മനുഷ്യവാസം ഇല്ലാത്തതുകൊണ്ട് എന്ത് സംഭവിക്കുന്നില്ല? നാശനഷ്ടങ്ങൾ കുറവായിരിക്കും. അതുകൊണ്ടായിരിക്കും നമുക്ക് വാർത്തയാവാത്തത്. അല്ലെങ്കിൽ വാർത്തയാവേണ്ടതല്ലേ? ഉൾവനങ്ങളിൽ സംഭവിച്ചത് വലിയ വാർത്തകൾ വരാത്തത് ഇതുകൊണ്ടാണ്. അല്ലാതെ ഇത് സംഭവിക്കുന്നു എന്നുള്ളത് അനുദിനം സംഭവിക്കുന്നു. അനുനിമിഷവും ഓരോ സാധ്യതകളുണ്ട്. സംഭവിക്കുന്നു എന്നല്ല, അതിൻ്റെ സാധ്യതകൾ വളരെ കൂടുതലാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.